സുഹൃത്തുക്കളെ, സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യ തലത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഇപ്പം പറഞ്ഞതിൽ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അടിത്തറക്ക് ഉതകും എന്നതിനാൽ അവയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഉപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഉപകരണങ്ങൾ മാനസികവും ഭൗതികവുമായതുണ്ട് എന്നും പറഞ്ഞു. അതിൽ മാനസികമായ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് പൂജ്യം എന്നും ഞാൻ ഭംഗ്യന്തരേണ പറഞ്ഞിട്ടുണ്ട്. അതിന് അടിവരയിടുന്ന, എൻ്റെ അഭിപ്രായത്തിന് അടിവരയിടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത്, ഈ പൂജ്യം കണ്ടെത്തി പൂജ്യത്തിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ, പൂജ്യം ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പൂജ്യം ഒരു പ്രേതത്തെ പോലെയോ അല്ലെങ്കിൽ ഉണ്ടെന്നും ഇല്ലയെന്നും പറയാവുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞല്ലോ. അത് കണ്ടെത്തിയതോടു കൂടിയാണ് നമുക്ക് ഏതൊരു സംഖ്യയും, എത്ര വലിയ സംഖ്യയും എഴുതാനോ ഇനി എഴുതി മാത്രമല്ല അത് ക്രിയകൾ ചെയ്യാനോ ഒന്നും ഒരു പ്രയാസമില്ലാതെ. അതാണ് യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഒരു കണ്ടുപിടുത്തമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വളരെ പ്രസിദ്ധമായൊരു കോട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ വേണമെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കിട്ടും. അദ്ദേഹം പറഞ്ഞത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയതാണ്ട് പറഞ്ഞത്. വി ഓ എ ലോട്ട് ടു ഇന്ത്യൻസ് who taught us how to count, without which no worthwhile scientific discoveries would have been done. അതായത് നാം ഇന്ത്യക്കാരോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരാണ് നമ്മെ എണ്ണാൻ പഠിപ്പിച്ചത്. അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു സാർത്ഥകമായ അർത്ഥപൂർണമായ ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും സാധ്യമാകുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ പൂജ്യത്തെ കുറിച്ചല്ല നേരിട്ട് പറഞ്ഞെങ്കിലും പൂജ്യമാണ് അതിന് കാരണം എന്ന് നാം മനസ്സിലാക്കിയാൽ മതി. കാരണം ഒന്നുമില്ലാത്ത ഒരു സാധനത്തിന് നമ്മൾ സങ്കല്പിച്ച് അതിനൊരു സിമ്പിൾ കൊടുത്തു അതുപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ മെച്ചം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ലോകത്തെ ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഒരു പക്ഷേ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആവാം. അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി വലിയ കണ്ടുപിടുത്തമാണ് പൂജ്യം എന്നത് നമുക്ക് മനസ്സിലാവാതിരിക്കാനുള്ള കാരണം അതിൻ്റെ ലാളിത്യം കൊണ്ടാണ്. അത് വളരെ സരളമാണ്, പെട്ടെന്ന് ആർക്കും പിടികിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത് പറയാൻ ഇതിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യം, ഭാഷ എന്ന ഉപകരണം ഉപയോഗിക്കാൻ തുടങ്ങിയതോട്, മനുഷ്യനുണ്ടാക്കിയതോടുകൂടി അവനുണ്ടായ ഒരു വലിയ ഗുണം ഭൗതികമായ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ള വസ്തുക്കളെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ മാത്രമല്ല അവന് കൈകാര്യം ചെയ്യാനായത്. ഇല്ലാത്ത വസ്തുക്കളും യഥാർത്ഥമല്ലാത്ത വസ്തുക്കളും അയഥാർത്ഥ വസ്തുക്കളും വിവരങ്ങളും അവന് കൈകാര്യം ചെയ്യാനായി എന്നർത്ഥം. അവന് വിനിമയം ചെയ്യാനായി. അതായത് അതോടുകൂടിയാണ് നമുക്കൊരു ഇല്ലാത്ത ലോകം, അയഥാർത്ഥ ലോകം,
അല്ലെങ്കിൽ മാനസിക ലോകം തന്നെ മനുഷ്യന് സ്വന്തമായിട്ടുണ്ടായി. മാനസികമായൊരു പ്രപഞ്ചം എന്നത് മറ്റേതെങ്കിലും ഒരു ജന്തുവിന് അല്ലെങ്കിൽ ജീവിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ഒരു തലം തന്നെ ഉണ്ടാവാനുള്ള അടിത്തറയായത് ഈ ഭാഷയാണ്. ഈ ഭാഷ കൊണ്ട് ഉള്ളതിൻ്റെ കൂടെ തന്നെ ഇല്ലാത്തതും കൂടി മനുഷ്യനെ അവതരിപ്പിക്കാനായി. അതോടുകൂടി മനുഷ്യന് ഒരു സങ്കല്പ ലോകത്തിൻ്റെ, മാനസിക ലോകത്തിൻ്റെ, ആത്മീയ ലോകത്തിൻ്റെ കൂടി ഉടമയായി. അതിൻ്റെ ഉടമയും അതിൻ്റെ സൃഷ്ടാവും അതിൻ്റെ ചക്രവർത്തിയും തന്നെ അവനായി എന്നർത്ഥം. ദൈവത്തിന് പോലും അങ്ങനെ ഇല്ലാത്ത ഒരു ലോകം, നുണയുടെ ലോകം ദൈവത്തിന് പോലും ഇല്ല. അതായത് ദൈവത്തിനെ പോലും തോൽപ്പിക്കാനുള്ള ശക്തി മനുഷ്യനുണ്ടാവാനുള്ള കാരണം നമ്മുടെ ഈ ഉപകരണമായ ഭാഷ കൊണ്ടാണ്. ദൈവത്തിന് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം ഒരിക്കലും നുണ പറയില്ല, നുണ പറയാൻ അറിയില്ല. പക്ഷെ മനുഷ്യന് നുണ പറയാനുള്ള ശക്തി ഉണ്ടായത് ഈ ഭാഷ കൊണ്ടാണ്. അപ്പോൾ ഭാഷ എന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് നമ്മൾ ഉള്ളതും ഭൗതികമായതും അഭൗതികമായതും ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെ വിതരണം ചെയ്യാനായി. അതോടുകൂടി ഉണ്ടായൊരു പ്രശ്നം, മനുഷ്യന് തന്നെ ഉണ്ടായൊരു പ്രശ്നമാണ് നിലവിലിരിക്കുന്ന അവൻ്റെ വിജ്ഞാനത്തിൽ എന്തൊക്കെ ഉള്ളതാണ്, എന്തൊക്കെ ഇല്ലാത്തതാണ്, ഫേക്കായത് എന്താണ്, ഒറിജിനലായ എന്താണ് എന്ന ഒരു ഐഡിയ തന്നെ ഇല്ലാത്ത ഒരു ജീവിയായി മാറി മനുഷ്യൻ എന്നർത്ഥം. അവിടെയാണ് പലരും അതിന് ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ മുമ്പുണ്ടായിരുന്ന പലരും അവിശ്വാസികളും അന്ധവിശ്വാസികളും അനാചാരികളുമാണെന്ന്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. ഇന്നത്തെ ഇതിലെന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതൊക്കെ നമ്മൾ പറയും ശാസ്ത്രീയം എന്ന് പറയും. പക്ഷേ ഇതേപോലെ തന്നെ 1000 കൊല്ലം മുമ്പോ നമ്മളുടെ പ്രപിതാമഹന്മാർ അല്ലെങ്കിൽ നമ്മളെ പൂർവികർ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അക്കാലത്ത് ഈ നമ്മളിപ്പോൾ അന്ധവിശ്വാസം എന്നും അനാചാരം എന്ന് പറയുന്നത് ശരിക്കും വിശ്വസിച്ചിരുന്നത്. ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഭൂമി ഉരുണ്ടതാണ്. പക്ഷെ അന്നത്തെ മനുഷ്യൻ്റെ വീക്ഷണ ശക്തിയും വീക്ഷണ രീതികളും അതിൻ്റെ ശേഷിയും അനുസരിച്ച് അത് പരന്നതായിരുന്നു എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഉയർന്നു, കുറേ പല പല അനുഭവങ്ങൾ, പല പല രീതികൾ, പല പല കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് ഉരുണ്ടതാണെന്ന്. ഇതാണ് വ്യത്യാസം എന്നർത്ഥം. അപ്പോൾ ആ കാലത്തെ അന്നത്തെ ശരിയാണ്, അന്നത്തെ ശാസ്ത്രം അനുസരിച്ച് മാത്രമേ എല്ലാ കാലത്തും മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ. മാത്രമല്ല അക്കാലത്ത് അവൻ വിചാരിക്കുക അവൻ്റേത് മാത്രമാണ് ശരി, അവൻ്റെ മുമ്പുണ്ടായിരുന്നതൊക്കെ തെറ്റാണെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ പൊരുളും പ്രാധാന്യവും മനസ്സിലാക്കേണ്ടത്. നാം ഒരു പ്രത്യേക കാലത്ത് ജീവിച്ചു എന്നുള്ളതുകൊണ്ട് അതിലുള്ളത് മുഴുവൻ ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതിൽ പലതും തെറ്റാണെന്നും പലതും അബദ്ധമാണെന്നും പലതും മാരകമായിരുന്നു എന്നും നമ്മൾ പിൽക്കാലത്ത് തെളിഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണെന്നർത്ഥം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, മനുഷ്യൻ എന്നത് ഉപകരണങ്ങൾ
ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ജന്തുവാണ്. ഈ ഉപകരണങ്ങൾ എന്നത് തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ പരിഷ്കാരം, അതിൻ്റെ പുതിയ പുതിയ കണ്ടെത്തൽ ആണ് മനുഷ്യനെ ഇന്നത്തെ ആധുനിക മനുഷ്യനാക്കിയത്. അതിൻ്റെ അടിത്തറ, അതായത് പുതിയ പുതിയ പല വസ്തുക്കളും, പുതിയ പുതിയ പലതും കണ്ടെത്തൽ, അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മറ്റ് ജീവികളിൽ നിന്ന് മഹത്വം. അതായത് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, ലാറ്ററൽ തിങ്കിങ്, പാർശ്വ ഭാഗത്തേക്ക് ചിന്തിക്കൽ, ഈ അങ്ങനെ സാധാരണ ചിന്തിക്കലിൽ നിന്ന് മാറി വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുടെ ഇതായിരുന്നു യഥാർത്ഥത്തിൽ ലോകം. അല്ലെങ്കിൽ ലോകത്ത് എല്ലാ വികസനങ്ങളുടെയും പിന്നിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് അർത്ഥം. സർഗാത്മകത, അല്ലെങ്കിൽ സാധാരണ രീതിയിലല്ലാതെ ചിന്തിക്കുന്ന ഒരു മനസ്സ്, അതിൻ്റെ പ്രോഡക്റ്റാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും. ഈ കണ്ടുപിടുത്തങ്ങൾ എന്നത് വളരെ 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 പ്രസക്തമാണ്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും മഹത്തരമായ, ഉത്കൃഷ്ടമായ, അവനാക്കിയ, അവനെ നയിച്ച, അവൻ്റെ എല്ലാ ഇന്നത്തെ സൗകര്യങ്ങളും, അവൻ്റെ ഇന്നത്തെ എല്ലാ വികാസങ്ങൾക്കും വികസനങ്ങൾക്കും ഉള്ള അടിത്തറ അല്ലെങ്കിൽ മരുന്നായതെന്നർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൊക്കെ പരമാവധി അതില്ലാത്ത ആക്കാനുള്ള വിദ്യാഭ്യാസമാണ്. കാരണം എന്താ അറിയും, ഈ എന്തെങ്കിലും പുതിയത് കണ്ടെത്തണമെങ്കിൽ അത് ബാഹ്യമായ ഒരു സമ്മർദ്ദം കൊണ്ടല്ല നടക്കുക, ആന്തരികമായ ഒരു ചോദന കൊണ്ട്, ആന്തരികമായ ഒരു താല്പര്യം, ഒരു ചോദന കൊണ്ടാണ് അത് നടക്കുന്നത്. അതിന് വേണ്ടത് എന്താ വെച്ചാൽ പരമാവധി ബാഹ്യമായ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഉത്തരവാദപ്പെട്ട ജോലിയോ ഇല്ലാതിരിക്കലാണ്. ആ ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളെ മനോമുകുരത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ബന്ധങ്ങൾ, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആണെങ്കിലും ആലോചിച്ച് മനസ്സിലാവും. ഇപ്പോൾ ന്യൂട്ടൻ്റെ ആപ്പിൾ താഴത്തേക്ക് വീണത് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് വെറുതെ ഇരിക്കുമ്പോഴാണ്, അതായത് തോട്ടത്തിൽ വെറുതെ ഉലാത്തുമ്പോഴാണ്, അല്ലാതെ പഠിക്കുമ്പോഴല്ല. അങ്ങനെ അപ്പോൾ അതിന് മുമ്പ് പഠിച്ച് ഒരു സമ്മർദ്ദം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ളൊരു ബോധം തലയിൽ ഉദിച്ചത്. അങ്ങനെ എത്രയോ എല്ലാ കണ്ടുപിടുത്തങ്ങളും, മാനവന് ഉപകാരപ്രദമായ എല്ലാ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ ലീഷർ അല്ലെങ്കിൽ ഒരു പണിയില്ലാതെ ഇരിക്കുന്ന ചില നിമിഷങ്ങളുടെ പ്രോഡക്റ്റുകളാണതൊക്കെ. അത് നാം മനസ്സിലാക്കാതെ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ഇന്ന് അവരെ വെറും അടിമകളാക്കാനാണ് ഒരു ഒഴിവും കൊടുക്കാതെ ഏതു നേരം പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങുന്നത് വരെ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് അവരെ മന്ദന്മാരാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് ഭംഗ്യന്തരെയാണ് എനിക്ക് പറയാനുള്ളത്. വെറും കഴുത, അതായത് ഒരു ഭാരം വലിക്കുന്ന കഴുതയെപ്പോലെ ആക്കാൻ വേണ്ടി മാത്രമാണ് ഒഴിവോ അല്ലെങ്കിൽ സ്വന്തം മനസ്സിന് വിഹരിക്കാനുള്ള ഒരു സമയമോ ഒരിക്കലും ലഭിക്കാത്ത ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ. അവൻ എത്ര വലിയ ആളായിക്കോട്ടെ,
പുതുതായിട്ട് ഈ മാനവരാശിക്ക് കിട്ടിയ വിജ്ഞാനസാഗരത്തിൽ ഒരു തുള്ളി പോലും അവൻ്റെതായ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് വിവരവും വേണം, അതേപോലെ തന്നെ വിശ്രമവും വേണം. ഇങ്ങനെയുള്ളെങ്കിൽ മാത്രമേ നമ്മൾക്ക് കൂടുതൽ പ്രത്യേകിച്ച് ബാഹ്യമായ സമ്മർദ്ദങ്ങളില്ലാത്ത നിമിഷങ്ങൾ, അത് വെറുതെ ഉണ്ടായാൽ മാത്രം പോരട്ടോ, അതിനു മുമ്പ് അതിനുള്ള ആവശ്യമായ ഇൻപുട്ട് കൊടുക്കും വേണം. അപ്പോഴേ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ബന്ധങ്ങൾ, പുതിയ പുതിയ കണ്ടെത്തലുകൾ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് അതിൻ്റെ ഇതിൽ പറയാൻ കാരണം. പിന്നെ അപ്പോൾ നമുക്കെല്ലാവർക്കും മനുഷ്യൻ എന്ന വർഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഉത്കൃഷ്ടമായ ഗുണം, യുനീക്കായിട്ടുള്ള ഗുണം, മറ്റൊന്നിനും അനുപമമായ ഗുണം എന്നത് ക്രിയേറ്റിവിറ്റിയാണ്, സർഗാത്മകതയാണ്, അല്ലെങ്കിൽ പാർശ്വചിന്തയാണ്, അല്ലെങ്കിൽ സർഗാത്മക ചിന്തയാണ്, സൃഷ്ടിപരമായ ചിന്തയാണ്. ഇതിന് ഏറ്റവും അനിവാര്യമായ വസ്തു എന്നത് ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാത്ത സ്വച്ഛന്തം വിഹരിക്കുന്ന മനസ്സുകളാണ്. അത് നമ്മളെ കുട്ടികൾക്ക് തന്നെ ചെറുപ്പം മുതലേ കൊടുക്കാതെ ബാഹ്യ സമ്മർദ്ദങ്ങളിലൂടെ നിങ്ങൾ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ പൂർവികർ ലോകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പൂജ്യം കണ്ടെത്തിയത് ഒക്കെ കൂടുതൽ പഠിച്ചിട്ടല്ല, പക്ഷേ ഇങ്ങനെ ഒഴിവുള്ള സമയങ്ങളിൽ ഉണ്ടായ ഒന്നാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ആർക്കിമിഡീസ് തൊട്ടിയിൽ കിടക്കുമ്പോഴാണ്, കുളിത്തൊട്ടിയിൽ കിടക്കുമ്പോഴാണ് അയാൾക്ക് പിന്നെ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചിട്ടുള്ളതുണ്ട്. എല്ലാ കണ്ടുപിടുത്തങ്ങളാണ്. ഐൻസ്റ്റീനെ കുറിച്ചിട്ട്, ബിതോവനെ കുറിച്ചിട്ട്, എല്ലാവരും അവർ സ്വച്ഛന്തം വെറുതെ ഇരിക്കുമ്പോൾ, അല്ല ഒരു പണിയില്ല, ബാഹ്യമായ സമ്മർദ്ദങ്ങളില്ലാതെ ഇരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ക്രിയേറ്റിവിറ്റിയുടെ നിമിഷങ്ങൾ ഉണ്ടാകുന്നത്, സർഗാത്മകതയുടെ നിമിഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തായാലും പിന്നെ ഞാൻ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഈ ഉപകരണങ്ങൾ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഭൗതിക ഉപകരണങ്ങളാണ് നമുക്ക് പരിചയമുള്ളത്. അതേപോലെ ഈ ഭാഷ എന്ന പുതിയ ഉപകരണം ഉണ്ടായതോടു കൂടിയാണ് നമുക്ക് അഭൗതിക ഉപകരണങ്ങളുടെ ലോകത്തേക്ക് മനുഷ്യന് കടക്കാനായത്. അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് അർത്ഥം. അതായത് അതോടുകൂടി അവന് സ്വന്തമായിട്ടുള്ള ഒരു പ്രപഞ്ചം തന്നെ, ഈ ഭൗതിക പ്രപഞ്ചത്തിന് പുറമെ ഒരു അഭൗതിക പ്രപഞ്ചം, ഒരു മാനസിക പ്രപഞ്ചം, ഒരു ആത്മീയ പ്രപഞ്ചം, ഒരു സ്പിരിച്വൽ വേൾഡ് അവന് സുന്ദരമായി വിനിമയം ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനും കൊടുക്കാനും വാങ്ങാനും ഒക്കെയുള്ള കഴിവ് സ്വയം നേടി നിർത്തുക. അതായത് അതിൽ അതായത് ഇല്ലാത്ത പ്രപഞ്ചത്തിൽ, നുണയുടെ പ്രപഞ്ചത്തിൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ ഫിലോസഫിയെയും നമ്മൾ കുറച്ചും കൂടി ശാസ്ത്രീയമായി എന്തൊക്കെയാണ് ശാസ്ത്രീയത, എന്തൊക്കെയാണ് യഥാർത്ഥത്തിലുള്ളത്, അതിൻ്റെ അതിരുകൾ നിങ്ങൾ സ്വയം കണക്കാക്കി രണ്ടാമതൊന്ന് റിവ്യൂ ചെയ്യണത് നല്ലതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും പിന്നെ
ഈ ഭാഷ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ മറ്റെല്ലാ ജീവികളെയും ഈ പൂജ്യം എന്നത് എങ്ങനെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഐൻസ്റ്റൈൻ തന്നെ ചൂണ്ടിക്കാട്ടിയോ, അതേപോലെ തന്നെ ഉള്ള ഒരു വൻ ഉപകരണമാണ് യഥാർത്ഥത്തിൽ ഈ ഭാഷ. ഞാനിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത്, ഈ ഭാഷ കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവന് ഈ പറഞ്ഞ അഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉടമയായി മാറിയത്. ഈ അഭൗതിക പ്രപഞ്ചം പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് വിചാരിക്കേണ്ട. കാരണം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പൂജ്യം. ഈ അഭൗതിക പ്രപഞ്ചത്തിൽ പലതും മനുഷ്യന് ആവശ്യമുള്ളതാണ്. അതിൽ മാത്രമല്ല അത്യാവശ്യമുള്ളതാണ്. അതില്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചീത്തയാണെന്നോ ഇല്ലാത്തതാണെന്നൊന്നും പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് അതിന് പുറമെ പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്? അതിന് കാരണം എന്താ വെച്ചാൽ, എനിക്ക് മലയാളത്തിനോട്, അതെൻ്റെ മാതൃഭാഷയാണ്. എൻ്റെ ചിന്തകൾ ഒരുപക്ഷെ ഞാൻ കുറച്ചൊന്ന് വിഷമിച്ചാലും ബുദ്ധിമുട്ടിയാലും കൂടുതൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക ഇംഗ്ലീഷിലായിരിക്കും. കാരണം നമ്മൾ പഠിച്ചതൊക്കെ ഇംഗ്ലീഷിലാണ് കൂടുതൽ കാര്യങ്ങൾ, ഗഹനമായ കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും. പക്ഷേ എന്തായാലും നമ്മൾ നമ്മുടെ ഈ മലയാള ഭാഷയിൽ തന്നെ അവതരിപ്പിക്കാനുള്ള കാരണം, എനിക്ക് മലയാളത്തിനോടും ഞാൻ ജനിച്ച് വളർന്ന സമൂഹത്തോടുള്ള ആ പുക്കൾക്കൊടി ബന്ധം തന്നെയാണെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ ഉരുത്തിരിഞ്ഞ് വന്നത് ഈ സമൂഹത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇതൊക്കെ നൂതനമായ പല വിവരങ്ങളോ ബന്ധങ്ങളോ ഉണ്ട്. ഒക്കെ എല്ലാം ഇത് പണ്ടേ ഉള്ളത് തന്നെയാണെങ്കിൽ പോലും ഇതിൽ പല കാര്യങ്ങളും പല ആശയങ്ങളും പുതുതായി ഇണക്കി ചേർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ആദ്യം വന്നു എന്നുള്ളതല്ല പ്രധാനം, നമ്മളെ ഭാഷയിൽ വന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, പിന്നെ വെള്ളക്കാരൻ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ ഇതെടുത്താൽ അവരുടേതാക്കി മാറ്റാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇത് നമ്മുടെ ഭാഷയിൽ ആണ് ഈ കാര്യങ്ങൾ ആദ്യമായിട്ട് വരേണ്ടത് എന്ന അഭിപ്രായമുള്ളത് കൊണ്ടും, നമ്മുടെ ഭാഷയിൽ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ഭാഷകളിലേക്ക് ഇത് ശരിയാണെങ്കിൽ, ഇത് പ്രസക്തമാണെങ്കിൽ മറ്റു ഭാഷ, ഉദാഹരണമായിട്ട് പറയാവുന്നത് ഇപ്പോൾ നമ്മളെ ഗ്രാമമാധവൻ്റെ അവസ്ഥയാണ്. അദ്ദേഹം കാൽക്കുലസിൻ്റെ യഥാർത്ഥ, എനിക്കറിയായിരിക്കും, ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും, അതാണല്ലോ കാൽക്കുലസിൻ്റെ അടിത്തറ. ഇപ്പോൾ അത് പാശ്ചാത്യ ലോകം കണ്ടെത്തുന്നതിന് എന്തായാലും ഒരു 100 കൊല്ലം മുമ്പെങ്കിലും കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ആൾക്കാർക്ക് ബോധ്യമാവുന്നുണ്ട് എന്നർത്ഥം. അത് വളരെ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല, 1-2 വെറും കടലാസുകൾ കിട്ടിയിരുന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന. എന്തായാലും അതുപോലെ ഉള്ള ഒരു കാര്യമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഷ എന്ന നമ്മുടെ ഉപകരണം ചെയ്ത അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതൊരു ഭയങ്കര വസ്തുവാണ്. മാത്രമല്ല അത് ഉപകരണമല്ല, ഒരു പ്രകൃതിയിലുള്ളത് തന്നെയാണ് എന്ന തോന്നൽ പോലും നമുക്കൊക്കെ സാധാരണക്കാർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭാഷയാണ് യഥാർത്ഥത്തിൽ
ഭീകരമായ ഒരു ഉപകരണമായിട്ട് മാറിയത്. എന്തിന്? ദൈവത്തിന് പോലും, ദൈവത്തിൻ്റെ വാക്കുകൾ പോലും മനുഷ്യൻ ഉണ്ടാക്കിയ ഭാഷയിലാക്കി എന്നത് നമുക്ക് തിരിച്ചറിയാനായില്ല എന്നത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യൻ്റെ എല്ലാ അബദ്ധങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒരു പ്രധാന കാരണം അതാണ്. ശരിക്കും പ്രകൃതി ആണല്ലോ നമ്മളെ ശരീരം ഉണ്ടാക്കിയത്. ആ പ്രകൃതിയിൽ ഏതൊരു ശരീരവും ഉണ്ടാക്കുന്നത് പെർഫെക്റ്റായിട്ടാണ്. ശരീരം എന്നുള്ളതല്ല എൻ്റെ സൃഷ്ടിപ്പ് മുഴുവൻ. അതിൻ്റേതായ ഒരു വ്യവസ്ഥക്കനുസരിച്ച്. അപ്പോൾ അതിന് വല്ല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അത് ഇൻബിൽട്ടായിട്ട് തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മനുഷ്യൻ്റെ ശരീരം, ആ ശരീരത്തിൽ കൃത്യമായ ഒരു ധാരണ അതിൻ്റെ ഒരു ഭ്രൂണമാവുന്ന ആ നിമിഷം മുതൽ അതിനില്ലേ. ഇപ്പോൾ ഗർഭസ്ഥയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഓരോ അവയവങ്ങളും ഓരോ സെല്ലുകളും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, മൈറ്റോസിസ് വേണോ മയോസിസ് വേണോ, അതിനറിയാം. അതേ അങ്ങ് പുറത്തേക്ക് വന്നാൽ എപ്പോൾ കക്കൂസ് പോകണം, എപ്പോൾ അപ്പിടണം, എപ്പോൾ മൂത്രമൊഴിക്കണം, എപ്പോൾ വെള്ളം കുടിക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയുള്ള ജീവന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രകൃതി അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് നമ്മുടെ ഈ ജീവൻ എന്ന സംവിധാനത്തിൽ അടക്കം ചെയ്തിട്ട് തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ മനുഷ്യൻ്റെ ഭാഷ കൊണ്ട് ഇത് നേരാക്കണം എന്ന് വിചാരിക്കുന്ന അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാ ജീവികൾക്കും അവക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം പ്രകൃതി തന്നെ സന്നിവേശിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഓരോ പുതിയ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് നോക്കിയാൽ അറിയാം പല 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 പ്രത്യേകത എന്തൊക്കെ ഉണ്ടാക്കുന്നു, എന്നെങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ തന്നെ അതിന് തന്നെ അറിയാവുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെയൊക്കെ എത്രയോ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് മനുഷ്യനെ സഹായിച്ച, മനുഷ്യനെ ഉണ്ടാക്കിയ ആ ശക്തിക്ക് ഇതൊന്നും ഒരു പ്രയാസവും ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ഭാഷയൊന്നും കടമെടുത്തിട്ട് വേണ്ട യഥാർത്ഥത്തിൽ ഈ പ്രകൃതിക്ക് അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിന് അല്ലെങ്കിൽ പിന്നെ പേര് നിങ്ങൾ എന്ത് പറഞ്ഞു, അള്ളാന്നോ ദൈവമെന്നോ ഈശ്വരനോ എന്ത് പേര് പറഞ്ഞോളൂ, ആ പേരിലുള്ള ഈ പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഭാഷയുടെ ഒരാവശ്യമില്ല അവൻ്റെ സൃഷ്ടികളോട് കാര്യങ്ങൾ പറയാനും വിശദീകരിക്കാനും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം എങ്ങനെ സാമൂഹ്യ തലത്തിൽ പ്രയോഗിക്കാമെന്നും അതിന് പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ ചിന്തകന്മാരും എല്ലാ തത്വശാസ്ത്ര വിദഗ്ധരും എല്ലാ പ്രവാചകന്മാരും എല്ലാ മതവിശ്വാസികളും അല്ലെങ്കിൽ മതം സ്വരൂപിച്ചവരും എല്ലാ മനുഷ്യരും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വസ്തുവാണെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, അല്ലാത്തവരുണ്ടായിരിക്കാം, എൻ്റെ നോട്ടീസിൽ പെട്ടത് ഏറ്റവും ആദ്യം ശ്രീബുദ്ധനാണ് 2500 കൊല്ലം മുമ്പ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രപഞ്ചത്തിൻ്റെ അല്ല മനുഷ്യ സമൂഹത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കിയിട്ടുള്ള അതിസൂക്ഷ്മമായ ഒരു നിരീക്ഷണമാണ്. രണ്ടാമതായിട്ട് ഉള്ളത്
ഐൻസ്റ്റൈൻ തന്നെ. ഐൻസ്റ്റൈൻ അത് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തെ പൊതുവായ ഒരു ദർശനം, ഒരു വ്യവസ്ഥ എന്ന നിലക്കാണെന്ന് അർത്ഥം. ഭൂപ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും, എല്ലാ ജന്തുക്കൾക്കും, എല്ലാ വസ്തുക്കൾക്കും, എല്ലാ പ്രപഞ്ചത്തിൽ നമുക്ക് സങ്കല്പിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം, ഒരു ഫിസിക്കൽ നിയമം, ഒരു ഭൗതിക നിയമം എന്ന നിലക്കാണ് അദ്ദേഹം. പിന്നെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ സാമൂഹ്യമായ മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള വികാസത്തിനും മാറ്റത്തിനും ഉള്ള കാരണത്തെ കുറിച്ചിട്ട് നേരിട്ട് ചൂണ്ടിക്കാട്ടിയത് കാറൽ മാർക്സാണ്. കാറൽ മാർക്സ് എങ്ങനെയാണ് സമൂഹത്തിൻ്റെ നിയമങ്ങൾ ഉണ്ടാവുന്നത്, അതിന് ഉപകരണങ്ങളുമായി എന്താണ് ബന്ധം എന്ന് അദ്ദേഹം അങ്ങനെയല്ല ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആയതുകൊണ്ട് ഒരു സാമ്പത്തിക ശാസ്ത്ര വീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അതിനെക്കുറിച്ചിട്ടും. അതേപോലെ തന്നെ പിന്നീട് ഈ ഉപകരണങ്ങളുടെ അവസ്ഥ ഇങ്ങനെ പോയാൽ ഭാവിയിലുള്ള നമുക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു കണ്ടെത്തൽ നടത്തിയതാണ് ഗാന്ധിജി. അതിന് മുമ്പില്ല എന്നല്ല പറഞ്ഞ്, എന്തായാലും അദ്ദേഹത്തിൻ്റെ അഹിംസാസിദ്ധ ഇതൊക്കെ പാടെ കൂടിച്ചേർന്ന ഒരു വീക്ഷണമാണ് യഥാർത്ഥത്തിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. അത് അടുത്ത എപ്പിസോഡിൽ പറയാം എന്ന് വിചാരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. ഓർക്കണം, വല്ല അഭിപ്രായ വ്യത്യാസമോ തെറ്റോ നിങ്ങൾ കണ്ടാൽ എൻ്റെ ഈ വാക്കുകളിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ അറിയിക്കണം. കാരണം ഇത് പൂർണ്ണമായും സത്യമാണെന്നോ പൂർണ്ണമായും ശരിയാണെന്നോ ഉള്ള ഒരു വാശിയും ശാഠ്യവും അല്ലെങ്കിൽ അഭിപ്രായവും ഇല്ല. ഇത് കൂടുതൽ പരിഷ്കരിച്ചാൽ ഇതിനെക്കാട്ടിലും മനോഹരമാവും, നന്നാവും എന്ന ഒരു തോന്നലുണ്ട് താനും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂട്ടായിട്ടുള്ള ഈ വിഷയത്തിൽ നമുക്ക് കൂട്ടായിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെ ഇതിനെ കൂടുതൽ വികസിപ്പിച്ച് ലോകത്തിന് പ്രസൻറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.